ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ അലങ്കോലമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ അങ്ങനെ വല്ലാണ്ട് കെയർ ചെയ്യില്ല, കെയർലെസ് ആയിട്ടിടും. ഇന്ന് കുറച്ച് കെയറിങ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൂടുതലും കമ്മലാണ് കേട്ടോ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. അതായത് ഇതൊരു ജോഡി ആയിട്ടല്ല കേട്ടോ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇത് ജോഡി ആക്കാന്ന് വെച്ച് ഞാൻ എൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇതിന്റെ ജോഡി കണ്ടുപിടിച്ചിട്ട് ഒന്നിച്ചാക്കലാണ് പണി. അപ്പൊ കമ്മലൊക്കെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മരുന്നിന്റെയും അതേപോലെ ക്രീമിന്റെ ഒക്കെ ബോക്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് വെച്ചിട്ടാട്ടോ ഇങ്ങനെ സെറ്റ് ആയിട്ട് കുത്തി ഇങ്ങനെ വെക്കാൻ നോക്കിയത്. ഇന്ന് ആഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ ഇന്നും നാളെ ഒക്കെ ലീവാണ് കേട്ടോ. ഇതിങ്ങനെ സെറ്റാക്കി വെച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും തോന്നുന്നത് കമ്മലുണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. ചില കമ്മലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞു. പിന്നെ ഞാൻ തീരെ ഇടാത്തതും ഉണ്ടായിരുന്നു. അതപ്പോ ഇടാത്തത് പിന്നെ നമ്മൾ കൊണ്ടു നടന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇടാത്തതും ഇടുന്നതും ആയിട്ടുള്ള കുറെ കമ്മലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വേർതിരിച്ച് വെക്കലാണ് ഇന്നത്തെ എന്റെ മെയിൻ പണി ഉണ്ടായിരുന്നത്. ഓഫീസിൽ പോകുമ്പോൾ ഞാൻ കമ്മലൊന്നും വല്ലാണ്ട് ഇടാറില്ല, എനിക്ക് തോന്നിയാൽ മാത്രമേ ഇടാറുള്ളൂ. ചിലത് ഞാൻ ചങ്കിരി ഇല്ലാത്തതുകൊണ്ട് ഇതേമാതിരി ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കുഞ്ഞു പെട്ടിയുണ്ട്. അപ്പൊ ഇതിലാദ്യം ഞാൻ കൊള്ളോ ഇല്ലയോ നോക്കി, പക്ഷെ അതിൽ കൊള്ളുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ നേരെ വലിയ ബോക്സിലേക്ക് മാറ്റി. പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസ് ഒക്കെ ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. ഇതൊന്നും ആവശ്യ സമയത്ത് തപ്പിയാൽ കാണൂല. എന്തെന്ന് വെച്ചാൽ ഞാൻ എടുത്ത സാധനം പിന്നെ എടുത്തെടുത്ത്. അപ്പൊ ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. പിന്നെ നെയിൽ പോളിഷ്, ഐലൈനർ, ലിപ്സ്റ്റിക്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ. ഇതൊക്കെ നെറ്റിച്ചുട്ടികളാണ്. പിന്നെ മാലകളാണ്. ഓൾറെഡി താലിമാല ഞാൻ ഇടാറുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള മാലകളൊക്കെ ഏതെങ്കിലും ഫംഗ്ഷന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് വളകളാണ്. കുറെ വളകൾ ഞാൻ കളഞ്ഞു. പിന്നെ കളർ പൊട്ടുകൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചു. എല്ലാം അടുക്കി പെറുക്കി വെച്ചപ്പോഴാണ് ഇത്രയും ചീർപ്പ് എന്റെ കയ്യിലുണ്ടെന്ന്. അപ്പൊ എല്ലാം കൂടി ഞാൻ ഈ 3 ബോക്സിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.